ഇതാണ് ബഹ്റിനിലെ സുമതി വളവ്. വർഷങ്ങൾക്ക് മുമ്പ് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട സുമതി എന്ന യുവതിയുടെ ആത്മാവ് ഗതികിട്ടാത്ത പ്രേതം പോലെ അലയുന്ന സ്ഥലം എന്നൊക്കെ മനസ്സിൽ സങ്കല്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ കണ്ട കാഴ്ചകളൊക്കെ വ്യത്യസ്തമായിരുന്നു. ഗൾഫ് നാടുകളിൽ അതിജീവനത്തിനായി അധ്വാനിക്കുമ്പോഴും നാടിന്റെ ഹരിതാപവും പച്ചപ്പും നെഞ്ചിലേറ്റുന്നവരാണ് മലയാളികൾ. ഏതോ മലയാളിയുടെ ഭാവനയിൽ വിരിഞ്ഞ പേര്, അതെ, സുമതി വളവ്. ഗൂഗിൾ ഒന്ന് തപ്പി നോക്കിയാൽ അറിയാം. പിന്നീട് ഈ പേര് ഗൂഗിളിന് പോലും അംഗീകരിക്കേണ്ടി വന്നു. നീണ്ട വളവുകളും ഇടതൂർന്ന മരങ്ങളും കുറ്റിക്കാടുകളും ഒക്കെയുള്ള ഒറ്റപ്പെട്ട ഒരു സ്ഥലം. അത് ചെന്നെത്തുന്നതോ ഒരു കടൽക്കരയിൽ. ബഹ്റിനിലെ കർച്ചക്കാൻ പ്രദേശത്തെ ഒരു ചെറിയ വനപ്രദേശമാണ് നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ വഴി സുമതി വളവ് എന്ന പേരിൽ ഇത്രയധികം പ്രസിദ്ധി ആർജിച്ചത്. ഇവിടം സന്ദർശിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ചില മലയാള സിനിമകളിലൊക്കെ കണ്ടു പഴകിയ ഷൂട്ടിംഗ് ലൊക്കേഷനുകളുടെയൊക്കെ ഓർമ്മകൾ ഉണർത്തുന്ന കാഴ്ചകളാണ്. ധാരാളം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു